ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2026 രജിസ്ട്രേഷൻ പോർട്ടൽ തുറക്കാൻ ഇനി ഒരാഴ്ച പോലും ഇല്ല അല്ലേ? അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നതോ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിലെ ലാസ്റ്റ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ സെക്കൻഡറി ആയിട്ട് വരും നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ തെറ്റാണെങ്കിൽ. എല്ലാ വർഷവും ഞാൻ കേൾക്കുന്ന ഒരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണിത്. കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ രജിസ്ട്രേഷന്റെ സമയത്ത് വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവുക. പിന്നെ റാങ്ക് ലിസ്റ്റിൽ പേര് വരില്ല, കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ റിസർവേഷൻ കിട്ടാതെ വരിക. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറൊരു വാണിംഗ് അല്ല, ഇതൊരു ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് പ്രോട്ടോകോൾ ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തില്ല എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. സോ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഡോക്യുമെന്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റിലെ April 1 എന്ന് പറയുന്ന ഡേറ്റ് ട്രാപ്പാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് OBC, NCL അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 2026 April 1 മുൻപാണെങ്കിൽ അത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2026 ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പോർട്ടൽ March 5 ആപ്ലിക്കേഷൻ പോർട്ടൽ March 5 തുറക്കുമല്ലോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യം. സോ ലിസൺ ടു മീ കെയർഫുള്ളി. March 5 തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന് പകരം iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അവിടെ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഫോം ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിന്റ് ചെയ്ത് സൈൻ ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ആ ഡിക്ലറേഷൻ ഫോമിൽ എന്താ പറയുന്നതെന്ന് അറിയോ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും പിന്നീട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാം എന്നുമാണ് ആ ഡിക്ലറേഷൻ ഫോമിൽ പറയുന്നത്. സോ അതുകൊണ്ട് April 1 വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. March 5 തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ April 1 തന്നെ നിങ്ങൾ OBC, NCL അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ കറക്റ്റ് ഡേറ്റിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്തത് എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങളെ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റും. പിന്നീട് റിസർവേഷൻ ബെനിഫിറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. സോ ഇപ്പൊ തന്നെ ആ ഡേറ്റ് മാർക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷം നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു പ്രശ്നം കാരണം മാത്രം ഐസർ കിട്ടാതെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് ആണ് നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിപ്പോ എത്ര വലിയ കാര്യമൊക്കെ ഉണ്ടോ എന്നായിരിക്കും തോന്നുക. പക്ഷേ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോർട്ടൽ ഉപയോഗിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ് സിസ്റ്റമാണ്. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ആ ഫോം റിജക്റ്റ് ആവും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ഫോട്ടോയിലേക്ക് നമുക്ക് കിടക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ വേണം. റീസെന്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം, അല്ലാതെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചേക്കരുത്. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ വേണം. നമ്മുടെ ഈ 2 ചെവികളും കൃത്യമായിട്ട് കാണുന്ന ഫോട്ടോ ആയിരിക്കണം. ഇനി നിങ്ങൾ എൻ്റെ പോലെ ഒരു ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്ന, കണ്ണടയൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ലെൻസിൽ ലൈറ്റ് ഒക്കെ റിഫ്ലക്റ്റ് ആവാതെ കണ്ണെല്ലാം നിങ്ങളെ ഫോട്ടോയിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം സിഗ്നേച്ചർ ആണ്. ഒരു പ്ലെയിൻ A4 വൈറ്റ് A4 പേപ്പറിൽ കറുത്ത മഷിയുള്ള പേന കൊണ്ട് ഒരു ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സൈൻ ചെയ്യുക. ബ്ലൂ ഇങ്ക് പലപ്പോഴും സ്കാൻ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഇങ്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫയൽ സൈസ് ആണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ഒക്കെ സാധാരണ സൈസ് എന്ന് പറയുന്നത് 80 KB മുതൽ 200 KB വരെയാണ് സൈസ് ചോദിക്കാറുള്ളത്. സോ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും റീസൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂളുകളുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ സിഗ്നേച്ചറും ഫോട്ടോയും എല്ലാം റീസൈസ് ചെയ്ത് March 5 വേണ്ടി റെഡിയാക്കിയിട്ട് വെക്കുക. ഇനി മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ID പ്രൂഫും അതിലെ പേരിലൊക്കെ ഉള്ള മിസ്മാച്ചിങ്ങുമാണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റിൽ എന്ത് പേരാണോ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം ആധാർ കാർഡിലും മറ്റ് ഏതൊരു ID പ്രൂഫിലും
ഉണ്ടാവേണ്ട പേര് എന്ന് പറയുന്നത്. ഒരു അക്ഷരം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പാടില്ല. പക്ഷേ പല കുട്ടികളുടെയും ആധാർ കാർഡിൽ ഇനീഷ്യൽ ചിലപ്പോൾ മുൻപിലായിരിക്കും, മാർക്ക് ഷീറ്റിലാണെങ്കിലോ അത് പിന്നിലായിരിക്കും. ഇത് എക്സാം സെന്ററിൽ വേരിഫിക്കേഷന്റെ സമയത്ത് ചിലപ്പോൾ പ്രശ്നമാവാറുണ്ട്. ബയോമെട്രിക് വേരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ഫോട്ടോയും പേരും മാച്ച് ആയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എക്സാം സെന്ററിന്റെ അകത്തേക്ക് തന്നെ കയറ്റാതെ വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആധാർ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കറക്റ്റീവ് മെത്തേഡ് ചെയ്യാം. 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലെ വിവരങ്ങളായിരിക്കും എല്ലാ ID പ്രൂഫിലും വേണ്ടത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ മുന്നേ, അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു ബോണസ് ആയിട്ടുള്ള ടിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 7 ഐസറിലേക്കുള്ള മാത്രമുള്ള ഒരു പരീക്ഷയല്ല. ഈ എക്സാമിൽ നിന്നുമാണ് IISc ബാംഗ്ലൂര്, IIT മദ്രാസ്, IIT ഗുവാഹട്ടി, IACS കൊൽക്കത്ത ആൻഡ് IEST ഷിപ്പൂർ എന്നീ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ ഈ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർട്ടലിൽ നമ്മൾ സ്വയം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ പോർട്ടലിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്യും. സോ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രീ ആയിട്ട് തന്നെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഐസർ ആണ് അല്ലേ? അപ്പം അതിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും ക്രിസ്പർ ലേണിംഗ് കൂടെ ഉണ്ടായിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഞാൻ ചെക്ക് ലിസ്റ്റായി താഴെ പിൻ ചെയ്ത കമന്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എല്ലാം റെഡിയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഐസർ രജിസ്ട്രേഷന് നിങ്ങൾ റെഡിയാണല്ലോ. അപ്പോൾ റെഡിയാണ് എങ്കിൽ റെഡി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എല്ലാ കമന്റും തന്നെ ഞാൻ വായിച്ചു നോക്കും. ഇനി നമുക്ക് മാർച്ച് 5-ാം തീയതി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വീഡിയോ ആയിട്ട്, നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ രജിസ്ട്രേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ ഡിസിപ്ലിൻഡ് ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.